ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് ധാരാളം പണം കയ്യിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ പണം നമ്മൾ അർഹതപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുക എന്ന് പറയുന്നുണ്ട്. അർഹതപ്പെട്ട ആളുകളാകാം, അർഹതപ്പെട്ട ആവശ്യങ്ങൾക്കായിരിക്കാം, അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. വളരെ ജനറസ് ആയിട്ടിരിക്കുക, കിട്ടുന്ന പണത്തിന് നന്ദിയുള്ളവരായിട്ടിരിക്കുക. അതുപോലെ നമ്മൾ കിട്ടുന്ന പണം നമ്മൾ വിനിയോഗിക്കുമ്പോൾ അത് കൃത്യമായിട്ടും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണോ വിനിയോഗിക്കുന്നത്, അതോ നമ്മുടെ പൈസ വന്നപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ധാരാളിത്തം കൊണ്ട് പണം നമ്മൾ പല രീതിയിൽ ചിലവാക്കി കളയുന്നതാണോ എന്ന് ആലോചിക്കണം. അപ്പോൾ ഇന്ന് പൈസ കയ്യിൽ വരുമ്പോൾ അത് ധാരാളിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണത്. കയ്യിൽ സൂക്ഷിച്ച് കൃത്യമായി പണം പ്ലാൻ ചെയ്ത് മാത്രം കൈകാര്യം ചെയ്യുക. വന്ന പണത്തിനും പോകുന്ന പണത്തിനും നന്ദി പറഞ്ഞ് മാത്രം പറഞ്ഞയക്കുക കേട്ടോ. അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ്. ധാരാളം പണം വരുമെന്ന്, ആ പണം വിനിയോഗിക്കുന്നത് സൂക്ഷിച്ച് വേണം എന്നാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, ഇതൊരു കോംപ്രമൈസിൻ്റെയും കൂടെ കാർഡാണ് കേട്ടോ ഈ 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ വഴക്കുണ്ടാക്കി പിണങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ ചിലപ്പോൾ നിങ്ങൾ ഈ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റാളുകളോട് സമ്പർക്കപ്പെടുക, മറ്റുള്ള ആളുകളോട് കൂട്ടുകൂടുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇന്നൊരു സമരസപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കോംപ്രമൈസ് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ദെൻ കിങ് ഓഫ് കപ്സ് ആണ്. ആരോടോ നിങ്ങൾക്ക് അമിതമായ സ്നേഹമാണ്, പക്ഷേ നിങ്ങളത് പ്രകടിപ്പിക്കാൻ തയ്യാറല്ല എന്നാണ്. പക്ഷേ എല്ലാവരോടും, ചിലരോട് പ്രത്യേകിച്ചും ഭയങ്കര സ്നേഹമാണ്. എന്നാലും ഇന്ന് എല്ലാവരോടുമൊക്കെ വളരെ സ്നേഹമായിട്ടുള്ളൊരു ദിവസമാണ് ഇതാണ് കാണുന്നത്. പക്ഷേ നിങ്ങളത് സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് മറ്റൊരു രീതി പ്രകടിപ്പിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കാണിക്കുന്നത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ അത് കാണിക്കുക. ഒരു ഫോൾസ് ഫേസ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നത് അധികകാലം നമുക്ക് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് കിങ് ഓഫ് കപ്സ്. വളരെ സ്നേഹമുള്ള ഒരാളെന്നാണ് അർത്ഥം. ദെൻ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതും പല സോഴ്സിൽ നിന്ന് പണം വരുമെന്നാണ്. ഇതിപ്പോൾ മേ ബി നിങ്ങൾക്ക് സാലറി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെങ്കിലും കടം വാങ്ങിച്ചുകൊണ്ട് പോയ പൈസ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അർഹതയുള്ള മറ്റെവിടെന്നെങ്കിലും പണം വരുന്നതായിരിക്കും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇന്ന് വളരെ നല്ലൊരു ദിവസമാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് പർച്ചേസിങ്ങിനൊക്കെ പോയി കിട്ടിയ പൈസ ചിലവാക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ ഒത്തിരി റീപേയ്മെൻറ്റുകളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് പല സോഴ്സിൽ നിന്ന് പണം വരുന്നതിനെക്കുറിച്ചും അതുപോലെ പണം പല ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നതിനെക്കുറിച്ചുമാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ ഇതൊരു ഫാമിലി കാർഡാണ്. അതുകൊണ്ട് ഇന്ന് ഫാമിലിയോടൊപ്പം അധിക സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ വീട്ടിൽ ചെറിയ കൊച്ചു വഴക്കുകൾ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ദെൻ മൂൺ എനർജിയാണ്. ഇതൊരു മൂഡ് സ്വിങ്സിൻ്റെ കാർഡാണ്. ഇമോഷണലി പെട്ടെന്ന് അങ്ങനെ നമ്മുടെ മൂഡ്സ് ചേഞ്ച് ചെയ്യും. മൂഡ് സ്വിങ്സ് നമുക്കറിയാമല്ലോ. ഇപ്പം പിങ്ക് മൂണൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുൾ മൂൺ ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാകും. പെട്ടെന്ന് കരച്ചിൽ വരിക, പെട്ടെന്ന് ഡിപ്രഷൻ പോലെ തോന്നുക, വല്ലാത്ത ലോൺലിനെസ് ഫീൽ ചെയ്യുക, അതൊക്കെയാണ് മൂൺ കാർഡ് പറയുന്നത്. അതുപോലെ വീട്ടിലുള്ള ആളുകൾക്ക് അസുഖങ്ങൾ എന്തെങ്കിലും വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പെറ്റ്സിനും കൊച്ചുകുട്ടികളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പെയിന്, തൊണ്ടവേദന, തലവേദന, അതുപോലെ പെയിൻ തോന്നാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ബോഡിയിൽ പലയിടത്തായിട്ട് പെയിൻ തോന്നാൻ സാധ്യതയുണ്ട്. പ്ലസ് നിങ്ങൾക്ക് വല്ലാത്ത ഇൻഡ്യൂഷൻ തോന്നാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വല്ലാത്തൊരു ഇൻഡ്യൂഷൻ തോന്നാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് മൂൺ കാർഡ് പറയുന്നത്. അതുപോലെ പഴയ കടന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിച്ചിരിക്കുക, ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യുക, മറക്കാൻ ശ്രമിച്ചാലും ആ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ തിങ്ങി നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ചിന്തകളെ നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. ഓക്കെ, ആ ചിന്തകൾ വരുമ്പോൾ തന്നെ നിങ്ങൾ ആ ചിന്തകളെ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ എന്ത് നെഗറ്റീവ് ചിന്തയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് ചിന്ത കൊണ്ടാണോ നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് തോന്നിയത്, അതിൻ്റെ നേരെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനെ ഓവർകം ചെയ്യേണ്ടത് കേട്ടോ. അതാണ് മൂൺ കാർഡ് പറയുന്നത്. ദെൻ കിങ് ഓഫ് സോർഡ്സ് ആണ്. ഇന്ന് മിക്കവാറും ഇതൊരു വീട്ടിലാണേലും
പുറത്താണെങ്കിൽ ഒരു വഴക്കാളി മൂഡായിരിക്കും, കുറച്ചൊരു വഴക്കുണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. അതുപോലെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുക, കട്ടൻ ഡ്രൈവ്, വെട്ടെന്ന് മുറികണ്ട്, അതൊക്കെയാണ് ഈ കിങ് ഓഫ് സോഡിൻ്റെ ഒരു പ്രശ്നം. മയത്തിൽ സംസാരിക്കത്തില്ല, പറയുന്നത് മറ്റുള്ളവർക്ക് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. ഇറിറ്റേഷൻ എന്നതിനേക്കാളും മറ്റുള്ളവരെ വല്ലാതെ ഹേർട്ട് ചെയ്യും. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ശരിക്കും സത്യമായ കാര്യമായിരിക്കും പറയുന്നത്, പക്ഷേ ആ പറയുന്ന രീതിയും പറയുന്ന ടോണും നോക്കുന്ന നോട്ടമൊക്കെ ഭയങ്കര രൂക്ഷമായിരിക്കും. അപ്പോൾ അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി ആയിരിക്കും എന്നുള്ളത്. മാത്രമല്ല അത് കുറച്ചൊരു ഈഗോയും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കൂട്ടിക്കും. അപ്പോൾ കുറച്ച് ഈഗോയും കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് കറക്റ്റായിരിക്കും വഴക്കുണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി. വഴക്കുണ്ടാക്കുന്നത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടും കൂടെ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ടാർണിഷ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്ക് ഈ കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഇത് ഇമോഷണലി ഇയാൾ സ്റ്റേബിളാണ്. പക്ഷേ ഇയാൾക്ക് ആ ഇമോഷണൽ സ്റ്റെബിലിറ്റി വരണമെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾക്ക് ആ സ്റ്റെബിലിറ്റിയിൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇയാൾ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റുകളുണ്ടാവും. അതാണ് ഈ വഴക്കെന്ന് പറയുന്നത് കേട്ടോ. ഈഗോ ഉണ്ട്, ഈഗോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ദിവസമാണ്. ഓക്കെ, അപ്പോൾ കിങ് ഓഫ് സോഡ്സ് അതാണ്. ദെൻ നെക്സ്റ്റ് 5 ഓഫ് കപ്സ്, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതായിട്ടും പുതിയ അവസരങ്ങളുണ്ടെങ്കിലും അവിടെ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത് റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വഴക്കൊക്കെ ഉണ്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ നല്ല സമയത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് ഇനിയും കോംപ്രമൈസിന് സമയമുണ്ട്, നിങ്ങൾക്ക് ഇനിയും നല്ല സന്തോഷങ്ങൾക്ക് സമയവും അവസരമുണ്ട്. നിങ്ങളതൊന്ന് ചുറ്റും നോക്കിയിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് നല്ല നല്ല സൗഭാഗ്യങ്ങൾ, നല്ല നല്ല ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. നിങ്ങളത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ മാത്രം മതിയാകും എന്നാണ് കാണുന്നത്. ദെൻ ക്വീൻ ഓഫ് കപ്സ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് റിലേഷൻഷിപ്പ് പോലെയാണ് കാണുന്നത്. ക്വീൻ ഓഫ് കപ്പ് എന്ന് പറയുമ്പം നിങ്ങൾ ശരിക്കും കുഞ്ഞുനാളിലെ മുതൽ നിങ്ങൾ ഹീൽ ചെയ്യപ്പെടാത്ത മുറിവുകളും കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളെ ആരെങ്കിലും നിസ്സാര കാര്യങ്ങൾ പറയുമ്പോൾ പോലും നിങ്ങൾ ഹേർട്ട് ആവുന്നുണ്ട്. ഇവിടെ ഈ കിങ് ഓഫ് സോഡും ഈ 5 ഓഫ് കപ്സും ക്വീൻ ഓഫ് കപ്സും പറയുന്നത് ക്ലാരിറ്റി ഇല്ലായ്മയാണ്. ക്ലാരിറ്റി ഇല്ല മീൻസ് നിങ്ങൾക്ക് നിസ്സാര കാര്യങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രഗിൾഡ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇമോഷണലി ഹേർട്ട് ആവും, നിങ്ങൾക്ക് പെട്ടെന്ന് ഹേർട്ട് ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുക, നമുക്ക് ഭയങ്കര വേദന, വിഷമം തോന്നുക. കാരണം നമ്മൾ ആ മനുഷ്യരെ അങ്ങനെ ആയിരിക്കത്തില്ല കണ്ടിട്ടുണ്ടാവും. അതാണ് ഈ ക്വീൻ ഓഫ് കപ്പ്. ക്വീൻ ഓഫ് കപ്പ് മറ്റുള്ളവരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു മദർലി അഫെക്ഷനോടുകൂടി മറ്റുള്ളവരെ എന്തും സഹായിക്കാനും മറ്റുള്ളവർക്കും എന്തും സഹായം കൊടുക്കാൻ മാത്രമല്ല എന്തും കൊടുത്ത് സഹായിക്കാനും ഒക്കെ ഉള്ളൊരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ അത് തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാതെ വരുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ഹേർട്ടിങ് ഉണ്ടാവും. അവർ പരിഗണിക്കപ്പെടുന്നില്ല എന്നോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയെന്നോ അവഗണിച്ചു എന്നോ ഒക്കെ ഉള്ള ഫീലിംഗ് ആയിരിക്കും ഈ പ്രശ്നം. ഇത് ഈ ഹീൽ ചെയ്യപ്പെടാത്ത ഒരാളാണ് ഈ ക്വീൻ ഓഫ് കപ്പ്. ഈ ഹീലിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഒറ്റപ്പെടൽ, അവഗണനയൊക്കെയാണ്. അപ്പം ആ രീതിയിൽ ഇന്ന് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനർത്ഥം നിങ്ങൾ ഹീൽ ചെയ്യപ്പെടണം എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരോട് ഒരു പരിഗണന കാണിക്കാനൊക്കെ ഒരു പ്രത്യേക താല്പര്യവും മറ്റുള്ളവരെ നിങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞതിന് സമാധാനം ഉണ്ടാക്കി പോകുന്നതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കുറച്ച് ഹീൽ ചെയ്യപ്പെടാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് പറയുന്നത്. അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു എനർജി, ഒരു കാര്യം, അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുക, അമ്മയെ കാണാൻ പോവുക, അമ്മയായിട്ട് ചിലപ്പോൾ ഒരു വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു കാര്യം പറഞ്ഞു തരുന്നതോ എന്തെങ്കിലും സഹായം ചെയ്തു തരുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. ദെൻ 7 ഓഫ് സോഡ്സ്, ഇത് ഒരു ചതി, ബിട്രയൽ ആൻഡ് ചീറ്റിംഗ് ആണ്. ഇവിടെ ഒരു ചതി നടക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടല്ലോ. മറ്റുള്ളവരെ, ചില മനുഷ്യർ എന്തും മറ്റുള്ളവർക്ക് കൊടുക്കാൻ സന്നദ്ധരായിരിക്കും, ചിലർ ഒരു സാധനം കൈകൊണ്ട് കൊടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾ വളരെയധികം അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന, മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ കഴിവിനെ മറ്റുള്ളവർ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, നിങ്ങൾക്കറിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അയ്യോ കഷ്ടമുണ്ട് അങ്ങനെ വിചാരിച്ച് പോയാൽ അവർ കള്ളത്തരം നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ആരെന്ത് വന്ന് മാനിപ്പുലേഷൻ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളത് സമ്മതിക്കരുത്. അവർ ചതിക്കാൻ വേണ്ടിയിട്ട്, കള്ളത്തരം പറഞ്ഞാൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ചീറ്റിങ്ങിൻ്റെ കാർഡുണ്ട്. ഇത് പാസ്റ്റിൽ നിന്ന് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ആളുകൾ തിരിച്ചു വരുന്നതാകാൻ സാധ്യതയുണ്ട്. ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം നിങ്ങൾക്ക് കിട്ടാതിരിക്കുക, നിങ്ങൾക്ക് പകരം മറ്റുള്ള ആളുകളെ പ്ലേസ് ചെയ്യുക.
ഓക്കെ, മോസ്റ്റ്ലി റിലേഷൻഷിപ്പിൽ ചീറ്റിംഗ് നടക്കാന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ഒരു റീപ്ലേസ്മെൻ്റ് ആണ്. അതായത് ഒരാൾക്ക് കിട്ടേണ്ട സ്ഥാനം, പരിഗണന അതൊന്നും കൊടുക്കാതെ മറ്റൊരാളെ അവിടെ പ്ലേസ് ചെയ്യുക, എന്നിട്ട് ഇയാളെ നല്ല ഭംഗിയായിട്ട് ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഒന്നാമത്തെ ചീറ്റിങ്. 2, ഫിനാൻഷ്യലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആളെ സ്നേഹം പരിഗണിച്ച് സ്നേഹം കാണിച്ച് അടുത്ത് കൂടുക, എന്നിട്ട് പണം ഉപയോഗിക്കുക, അതിനുശേഷം ഉപേക്ഷിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി 3, 2 ടൈപ്പ് ഓഫ് ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും കാണും. റിലേഷൻഷിപ്പിലുള്ള ആൾ ഇടത് സൈഡിലും അല്ലാത്ത കുറേ ഫ്രണ്ട്സ് വലത് സൈഡിലും. ഈ ത്രാസിൽ വെച്ച് തൂക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ തട്ടാണ് താന്നിരിക്കുന്നതെങ്കിൽ അവരുടെ കൂടെ പോവും, ഫ്രണ്ട്സിന് ഈ പറഞ്ഞ റിലേഷൻഷിപ്പിലുള്ള ആളെ ഉപേക്ഷിക്കും. അപ്പോഴും പരിഗണനയാണ് അവിടെ പ്രശ്നം. ഈ പരിഗണന കിട്ടാതെ വരുമ്പോഴാണ് മോസ്റ്റ്ലി ഈ ചീറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുത്തതിന് ശേഷം ചീറ്റ് ചെയ്തിട്ട് പോകുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞ ക്വീൻ ഓഫ് കപ്പും 7 ഓഫ് സോഡ്സും ഒരുമിച്ച് വരുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പരിഗണന, മറ്റുള്ളവരോടുള്ള സ്നേഹം, പരിഗണന, അതിനെ മറ്റുള്ളവർ മുതലാക്കാൻ സാധ്യതയുണ്ട്, ചതി പറ്റാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. പാസ്റ്റിലും നിങ്ങളെ ചതിച്ചിട്ട് പോയ ആളുകൾ ഇന്ന് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഒരിക്കൽ ചതിച്ചിട്ട് പോയവരാണ്, വീണ്ടും അവരെ വിശ്വസിക്കാൻ പാടില്ല. അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ പറയുമല്ലോ അതിന്, അവസരം വരുമ്പോൾ അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കാം. അതാണ് കേട്ടോ. അതായത് അവർക്ക് അവസരം എന്താണോ അവർക്ക് ഫേവറബിളായ രീതിയിൽ അവർ പെരുമാറുക, എന്നിട്ട് ആ അവസരം മാറുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരിക. അതൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ അവസരവാദികളായിട്ടുള്ള ഒരു മനുഷ്യരെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് പരിഗണിക്കേണ്ട ആവശ്യം ഇല്ല. സ്നേഹിക്കുവാണെങ്കിൽ 100% സ്നേഹിക്കുക, ചീറ്റ് ചെയ്യുകയാണെങ്കിൽ ചീറ്റ് ചെയ്തിട്ട് പൊയ്ക്കൊള്ളുക. അതാണ്. ഈ രണ്ടിടത്തും കൂടെ നിൽക്കാൻ പാടില്ല. ഇവിടെ ഒരു നിങ്ങൾ പർച്ചേസിങ്ങിനൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളെ ആളുകൾ വന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ വസ്തു വിൽക്കുക, എന്തെങ്കിലും സാധനം വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ പറഞ്ഞ് നല്ലതാ എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കൾ നിങ്ങളെ കബളിപ്പിച്ച് സ്വന്തമാക്കാനാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ചീറ്റിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ പാസ്റ്റിൽ ചീറ്റ് ചെയ്തിട്ട് പോയ ആളുകൾ തിരിച്ചു വരാനും സാധ്യതയുണ്ട്. ദെൻ നൈറ്റ് ഓഫ് സോർട്സ് വീണ്ടും ഈ പറഞ്ഞ വഴക്കാളി സ്വഭാവമാണ്. എടുത്തു ചാടി എന്തെങ്കിലും പറയുക, മുൻകോപം, എടുത്തുചാട്ടം, അതുപോലെ പെട്ടെന്ന് ഒറ്റ ബുദ്ധിക്ക് നമുക്കൊരു കാര്യം തോന്നുവാണ്, ഇപ്പം ഇതങ്ങ് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എടുത്തേടി ആ കാര്യം അങ്ങ് ചെയ്യും, എന്നിട്ട് പിന്നീടാണ് അതിനെക്കുറിച്ച് ആലോചിക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഈ നൈറ്റ് ഓഫ് സോർട്സ്. എടുത്തുചാട്ടം, മുൻകോപം, വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസി, ഇതൊക്കെയാണ് ഈ പറഞ്ഞ നൈറ്റ് ഓഫ് സോർട്സ്. ഇതൊരു നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശവാഹകനായതുകൊണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡും കൂടെ ആയതുകൊണ്ട് മേ ബി വഴക്കുണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി, ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോഴൊക്കെ വഴക്കുണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും ഇന്ന ദിവസം കൂടുതൽ. കാരണം കിങ് ഓഫ് സൂഡും അപ്പുറത്തുണ്ട്. ഓക്കെ, ദെൻ ഏസ് ഓഫ് വാൺസ് ഒരു പുതിയ കാർമിക്കായിട്ടുള്ളൊരു കാര്യം ആരംഭിക്കുന്നു എന്നാണ് കേട്ടോ. ഇത് മേ ബി നിങ്ങൾക്കൊരു പുതിയ ജോലി കിട്ടി ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാകാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് പുതിയ റിലേഷൻഷിപ്പിൽ തുടങ്ങുന്ന ആളുകളാവാം, സ്വന്തമായിട്ടൊരു ഏണിങ് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം, പുതിയതായിട്ടൊരു കാര്യം, സംരംഭം ആരംഭിക്കുന്നവരാകാം, അല്ലെങ്കിൽ നിങ്ങളൊരു കാർമിക് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഏസ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ഒരു പുതിയ തുടക്കമാണ്. അത് കാർമിക് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ടാകാം, റിലേഷൻഷിപ്പ് ആകാം, പുതിയ സ്ഥലത്തുള്ള ജോലിയാകാം, പുതിയ ജോലിയാകാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യമാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം എന്നാണ്. മേ ബി വഴക്കുണ്ടാക്കി പിരിഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ കോംപ്രമൈസിൻ്റെ കാർഡും ഉണ്ട്, അതുപോലെ വഴക്കിൻ്റെ കാർഡും ഉണ്ട്. അപ്പോൾ വഴക്കുണ്ടാക്കി പിന്നെ അത് കോംപ്രമൈസായി ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതാകാനും സാധ്യതയുണ്ട്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന 9 ഓഫ് സോർട്സ് ആണ്. അപ്പോൾ മാനസിക സംഘർഷം കൊണ്ടാവാം, അല്ലെങ്കിൽ വയ്യായിക കൊണ്ടായിരിക്കാം രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണിത്. ഇനി പ്രഗ്നൻസി ഉള്ള ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ രാത്രിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട്, അതായത് മിസ്കാരേജ് വരിക, അബോർഷൻ ആവുക, അല്ലെങ്കിൽ വാട്ടർ ലീക്കേജ് വരിക, വോമിറ്റിങ് കൂടിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം, മോസ്റ്റ്ലി ഒരു അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് അത് ആകാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളായിരിക്കാം, പെയിൻ ആയിരിക്കാം, വയറ് പെയിൻ ആയിരിക്കാം, പനിയായിരിക്കാം, തലവേദന, ചുമ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഉണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. എന്തായാലും രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പം ഉറങ്ങാത്തത് കൊണ്ടുള്ള മൂഡ് സ്വിങ്സ് നിങ്ങൾക്ക് ഇന്ന ദിവസം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ ഒരു സ്റ്റെബിലിറ്റി കുറവായിരിക്കും. സ്റ്റെബിലിറ്റി കുറവെന്ന് വെച്ചാൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇന്ന ദിവസം കുറവായിരിക്കും സാധ്യതയുണ്ട്. പിന്നെ മാനസികമായിട്ട് കടുത്ത സമ്മർദ്ദത്തിലാണുള്ളതെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളെ വലയ്ക്കുന്ന, നിങ്ങളെ പേടിപ്പിക്കുന്ന, നിങ്ങൾക്ക്
അവസാനിച്ചു പോയോ എന്ന് നിങ്ങൾ പേടിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്. മേ ബി റിലേഷൻഷിപ്പ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, എന്തോ ഒരു കാര്യത്തിൽ ഭയപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ മൂൺ എനർജി ഉണ്ട്, പ്ലസ് ഈ പറഞ്ഞ 9 ഓഫ് സോഡ്സും ഉണ്ട്. അപ്പോൾ നിങ്ങളെ പേടിപ്പിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്, മാനസികമായിട്ട് സംഘർഷപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. മേ ബി റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. 6 ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പണവുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഏസ് ഓഫ് ഫണ്ട്സ് ഒരു പുതിയ തുടക്കവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ഇന്ന് സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് വേണം ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യാനായിട്ട് കേട്ടോ. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ഇറ്റ് ഈസ് അപ് ടു എന്നാണ് കേട്ടോ. നിങ്ങൾ ഇന്ന് ഫുൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക. ഇന്ന് നിങ്ങളാണ് നിങ്ങളുടെ അധിപൻ, നിങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. ഇറ്റ് ഈസ് അപ് ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന അവസരങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. ഇറ്റ് ഈസ് അപ് ടു എന്നും പറഞ്ഞു, ഓപ്പർച്യൂണിറ്റി എന്നും പറഞ്ഞു. അപ്പോൾ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ കൊണ്ടുതരും, പക്ഷേ തീരുമാനം ഫൈനൽ ഡിസിഷൻ വിൽ ബി ടേക്കൺ ബൈ യു. നിങ്ങളാണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. ദെൻ റിമെയിൻ പോസിറ്റീവ്, വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കണം. ഞാനിന്ന് പോസിറ്റീവ് ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞില്ല കേട്ടോ, അതിനകത്ത് തോന്നുന്നു. റിമെയിൻ പോസിറ്റീവ്, ഇന്ന് നല്ല പോസിറ്റീവായിട്ടിരിക്കണം. നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ്. ചില കാര്യങ്ങൾ നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ഇന്നത്തെ ദിവസം നമുക്ക് പോസിറ്റീവോ നെഗറ്റീവോ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, രാത്രിയിൽ ഉറക്കമില്ല എന്നൊക്കെ പറയുന്നത് ഈ പഴയ കാര്യങ്ങളിൽ തന്നെ ക്ലിങ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നമ്മളത് കഴിഞ്ഞ കാര്യങ്ങളെ ഓവർകം ചെയ്ത് വിടുക. ഈ രാത്രികാലങ്ങളിൽ വയ്യാതെ വന്നതുകൊണ്ട് ഉറങ്ങാതിരുന്നാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിച്ച് ഉറങ്ങാതിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പേടിച്ച് ഉറങ്ങാതിരിക്കുന്ന ആളുകൾ, അതിൽ കാര്യമില്ല. പാസ്റ്റിനെ തിരുത്താനോ ഫ്യൂച്ചറിനെ ആങ്സൈറ്റിയെ ഇല്ലായ്മ ചെയ്യാനോ പറ്റത്തില്ല. നമുക്ക് പ്രസൻറ്റ് കാര്യങ്ങൾ മാത്രം ആലോചിക്കുക, സുഖമായിട്ട് ഉറങ്ങുക, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കുക കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ഇന്നേ ദിവസം ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫിനാൻസ് ആൻഡ് കരിയർ. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ. പൈസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. നിങ്ങളുടെ ജോലി ആയാലും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ദെൻ ട്രസ്റ്റാണ്. നിങ്ങൾക്ക് ചിലപ്പം കുറേ നെഗറ്റിവിറ്റീസ് വരുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് പോവുക, അതോ ഡ്രോപ്പ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ, അതോ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ, അതോ ഞാൻ സ്റ്റേ ബാക്ക് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, നിങ്ങളുടെ സാഹചര്യം അത് എന്ത് സാഹചര്യമായാലും അതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അവിടെ ട്രസ്റ്റ് വെക്കുക. നിങ്ങൾ പൂർണ്ണമായും യൂണിവേഴ്സിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് നല്ലത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ട് തരിക തന്നെ ചെയ്യും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് ആണ്. അപ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞ് പോകേണ്ട ആവശ്യം ഇല്ല. ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹരാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ആത്മാവിനെ സ്നേഹിക്കപ്പെടാൻ വേണ്ടി തുറന്നു വെക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് ലവേഴ്സിന് വേണ്ടി തന്നിട്ടുള്ള ഗൈഡൻസ്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കുക, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് നെഗറ്റിവിറ്റി, മനുഷ്യരാണ്, നമുക്ക് നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഉടനെ ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ചിട്ട് അതിനെ ക്യാൻസൽ ചെയ്ത് കളയണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പോസിറ്റീവ്, എന്താണോ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് അതിന് നേരെ പോസിറ്റീവായിട്ടുള്ള കാര്യം അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ പൈസ ഞാനിങ്ങനെ ഉണ്ടാക്കും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ധാരാളം പണം എന്നിലേക്ക് വന്ന് നിറഞ്ഞതിന് നന്ദി എന്ന് പറയുക. എന്താണോ നിങ്ങൾക്കില്ല അല്ലെങ്കിൽ വിഷമം വന്ന് തോന്നുന്നത് അതിൻ്റെ നേരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് അഫർമേഷൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കണം, പോസിറ്റീവായിട്ടിരിക്കണം. താങ്ക് യു സോ മച്ച്.